എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കുരുമുളകിൻ്റെ വിളവെടുപ്പും കുരുമുളക് ഉണക്കിയെടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള കുരുമുളകിൻ്റെ ഒരു ചെടിയാണ്. ഇത് ഏകദേശം ഒരു 7 വർഷത്തോളം പഴക്കമുള്ള ഒരു കുരുമുളകിൻ്റെ ചെടിയാണ്. അപ്പോൾ ഇത് പന്നിയൂർ 1 എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കുരുമുളക് ഇനാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണമായിട്ടുള്ളൊരു ഇനാണ് പന്നിയൂർ എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ കുരുമുളകിൻ്റെ വിളവെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഞാനിത് കയറ്റിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മി തരു എന്ന് പറഞ്ഞൊരു മരത്തിലാണ്. അപ്പോൾ ഈ ലക്ഷ്മി തരുവിൻ്റെ ചെടി വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ഒരു 5-10 കൊല്ലം മുമ്പ് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാനും ഇതിൻ്റെ ഒരു തൈ വാങ്ങിച്ച് പറമ്പിൽ നട്ടു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് വലിയ രീതിയിലൊരു മരമായിട്ട് വളർന്നു വന്നു. അപ്പോൾ ഞാനതൊരു 10 അടിയൊക്കെ ഉയരത്തിൽ വെച്ചിട്ട് ആ മരം മുറിച്ച് കളഞ്ഞു. കാരണം നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ലാത്ത ഒരു മരമാണ്. അപ്പോൾ ഞാൻ അതിലെന്തായാലും ഒരു കുരുമുളക് കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറിയ ഒരു നമ്മുടെ പറമ്പിൽ അധികം നമുക്ക് കുരുമുളകിൻ്റെ തറികളൊന്നും അധികം ഇല്ല. അപ്പോൾ ഉള്ളതിൽ നമ്മൾ ഒരു 5-8 തറികളാണ് കുരുമുളക് ആകെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കുരുമുളക് ഈ തവണ ഉണ്ടായിട്ടുണ്ട്. ഒരു 4-5 കൊല്ലമായിട്ട് സ്ഥിരം കുരുമുളക് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ വളരെ ജൈവമായിട്ടുള്ള രീതിയിലാണ് ഈ കുരുമുളക് കൃഷി ചെയ്യുന്നത്. നമ്മളതിന് ചാണകമാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ചാണകം നമ്മൾ മഴക്കാലമൊക്കെ വരുന്ന ആ സമയത്താണ് ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് ചാണകം കടയിൽ മുട്ടിക്കാണ്ട് മാറ്റിയിട്ടാണ് ഒരു 20 സെൻറ്റിമീറ്ററോളം മാറ്റിയിട്ടാണ് കടയ്ക്ക് നിന്ന് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കാറുള്ളത്. അതെല്ലാ വർഷം കൃത്യമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ വേനലൊക്കെ വരുമ്പോൾ നമ്മളതിന് നനച്ച് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വാട്ടം വരാറുണ്ട്. വേറെ രീതിയിലുള്ള കീടബാധകളൊന്നും ഇതുവരെ അങ്ങനെ എനിക്ക് ഈ കുരുമുളക് കൃഷി ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗത്തിനുള്ള കുരുമുളക് ഒരു വർഷത്തേക്കുള്ളത് എന്തായാലും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ആ ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ് നമ്മൾ ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതേ കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിലത്തുള്ളതൊക്കെ നമ്മളുടെ കൈകൊണ്ട് പറിച്ചിട്ട് ബക്കറ്റിലേക്കാണ് പറിച്ചിട്ട് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കുരുമുളകൊക്കെ നമ്മൾ പറിക്കുന്ന പാകം എന്ന് പറയുന്നത് ഏകദേശം ഒരു 25% പഴുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലാണ് നമ്മൾ പറിക്കേണ്ടത്. അങ്ങനെ പറിക്കുകയാണെങ്കിൽ നമ്മളൊരു 2.5 കിലോ കുരുമുളകൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉണങ്ങി വരുമ്പോൾ ഒരു കിലോ കുരുമുളക് നമുക്ക് കിട്ടും. അത് വല്ലാണ്ട് പഴുക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കിളികളും കുരുവിയൊക്കെ വന്നിട്ട് അത് കൊത്തിക്കൊണ്ട് പോവുകയും നമുക്ക് അത് കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ വല്ലാണ്ട് പഴുത്ത് കഴിഞ്ഞാലും ഒക്കെ പഴുത്ത് നിലത്തേക്ക് വീഴുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു 25%ഒക്കെ നമ്മുടെ കുരുമുളക് പഴുത്ത് തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ കുരുമുളക് പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കുറേയൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്തു. ഇപ്പോൾ അടിഭാഗത്തു നിന്നുള്ള കുരുമുളകുകളാണ് ഞാൻ ആദ്യം പറിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാഡറിൽ കയറി നിന്നിട്ട് വേണ്ടി വരും ഇത് പറിക്കാനായിട്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള കുരുമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ ഉയരത്തിലേക്കൊക്കെയാണ് കുരുമുളക് പോയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തൊരു പായൊക്കെ വിരിച്ചിട്ട് വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വിരിച്ചിട്ട് വേണം നമ്മൾ കുരുമുളക് പറിക്കാനായിട്ട്. ഇത് പിന്നെ എൻ്റെ കുരുമുളക് എന്ന് പറഞ്ഞിട്ട് ഒരു മാക്സിമം ഒരു 7 അടിയൊക്കെ ഉയരത്തിൽ മാത്രമേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ നിലത്ത് പായൊന്നും വിരിച്ചിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ കോണിയൊക്കെ വെച്ച് കയറി പറിക്കുമ്പോൾ കുരുമുളക് താഴത്തെ വീഴുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വല്ല പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഷീറ്റോ പായോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് വേണം നമ്മളത് പറിക്കാനായിട്ട്. പക്ഷെ ഞാനിത് അത്ര അധികം കുരുമുളക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ ഞാനിത് കൈകൊണ്ട് താഴത്തുള്ളതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒരു ലാഡർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ലാഡറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് അതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതിൻ്റെ മുകളിലുള്ളത് പറിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ചൊക്കെ നമ്മുടെ ലാഡറിൽ നിന്നിട്ടും ബാക്കി തോട്ടി ഉപയോഗിച്ചിട്ടൊക്കെയാണ് പറിച്ച് ഒരുവിധം എടുത്തിട്ടുള്ളത്. കുറച്ച് ഒരു സമയം എടുത്തു. ഏകദേശം ഒരു 2-3 മണിക്കൂറോളം സമയം എടുത്തു. കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ട് പിടിച്ച പണിയായിരുന്നു ഇത് പറിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഇത് പറിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഒരു 2-2.5 കിലോളം കുരുമുളക് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഞാൻ ഏതായാലും അത് പറിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇതിലത്തെ മണി ഇങ്ങനെ അതിൽ നിന്ന് വേർപ്പെടുത്തി എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇത് വല്ല ചണത്തിൻ്റെയൊക്കെ ചാക്കിലിട്ടിട്ട് നമുക്ക് അത് കാലുപയോഗിച്ച് ചവിട്ടിയിട്ട് അത് വേർപ്പെടുത്തുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. ഞാൻ പക്ഷേ അത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അതിലത്തെ മണി വേർപ്പെടുത്തി എടുക്കുകയാണ്. അത് പക്ഷേ കുറച്ച് സമയം എടുത്തു. ഏകദേശം 1 മണിക്കൂറിലധികം സമയം എടുത്തു. ഇത്രയും കുരുമുളകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇനി നമ്മൾ ഉണക്കുന്നതിന് മുമ്പ് നമ്മളതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളത് ആദ്യം പച്ചവെള്ളത്തിൽ ഒരു പ്രാവശ്യമൊക്കെ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് കഴുകിയെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ നമ്മുടെ ചൂടുവെള്ളമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ആ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ ചെളിയും നമുക്ക് മാറി കിട്ടും. അപ്പോൾ അത് ഞാൻ കുരുമുളക് നമ്മുടെ ചൂടുവെള്ളത്തിലേക്ക് ഇങ്ങനെ ഇടുകയാണ്.
വെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ എന്താ ഗുണമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ കുരുമുളകിലൊക്കെ ധാരാളം പക്ഷികളൊക്കെ എന്തെങ്കിലുമൊക്കെ കാഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടി കഴുകിയെടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ചൂടുവെള്ളത്തിലൊക്കെ നമ്മൾ കഴുകിയെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഉണക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ കഴുകിയെടുക്കുകയാണെങ്കിൽ വേറെ പൂപ്പലും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏതായാലും ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. അത് കഴുകിയെടുത്തിട്ട് നമുക്കിനി വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പോൾ ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ നിറം മാറിയിട്ട് ഇനി അതൊരു കറുപ്പ് നിറത്തിലേക്ക് പതുക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഒരാഴ്ചയൊക്കെ നല്ല വെയിലത്ത് വെച്ച് ഉണക്കുകയാണെങ്കിൽ പിന്നെ നമുക്കതെടുത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് അത് മാറും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുരുമുളക് പറിക്കുന്നതും അത് ഉണക്കുന്നതിൻ്റെയൊക്കെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക്